ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ എത്തിയത്? നമ്മുടെ കുട്ടിയുടെ യാത്രയാണല്ലേ. പാഠം ഏതാണെന്ന് ഓർമ്മയില്ലേ? പാഠം ഓർമ്മയില്ലാത്തവരുണ്ടോ? ഹൗ ഫാർ ഈസ് ദ റിവർ? നമ്മുടെ കുട്ടി ഒരു പുഴ തേടി പോവുകയാണ്, വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയിട്ട്. കയ്യിൽ ഒരു റൊട്ടി കഷ്ണം കരുതിയിട്ടുണ്ട്, ഒരു റൊട്ടി കരുതിയിട്ടുണ്ട്. അവൻ പോയി ഒരു കൃഷിക്കാരനെ കണ്ടു. കൃഷിക്കാരനോട് വഴി ചോദിച്ചു, ദൂരം ചോദിച്ചു. അങ്ങനെ അവൻ എത്തി നിൽക്കുകയാണ്. അവന് യാത്രക്ക് ദൂരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇനി എടുക്കാനുള്ളത് ദ പാത്ത് വാസ് സ്റ്റീപ്പ്. അവിടെ നിന്നല്ലേ? ഓക്കെ. ദ പാത്ത് വാസ് സ്റ്റീപ്പ് ആൻഡ് ദ ബോയ് ഹാഡ് ടു റൺ മോസ്റ്റ് ഓഫ് ദ ടൈം. പാത വളരെ കുത്തനെയുള്ള ഇറക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ സമയവും ഓടേണ്ടി വന്നു. ഇറ്റ് വാസ് എ ഡിസി വൈൻഡിങ് പാത്ത് ആൻഡ് ഹി സ്ലിപ്പ്ഡ് വൺസ് ഓർ ട്വൈസ്. അവൻ നല്ല വളഞ്ഞ് തല ചുറ്റിക്കും വിധത്തിലായിരുന്നു ആ പാത ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് രണ്ടും പ്രാവശ്യം അവിടെ കാല് തെന്നി വീണു. ഡിസി എന്നൊക്കെ പറഞ്ഞാൽ അനബിൾ ടു ബാലൻസ് ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ. വൈൻഡിങ് എന്ന് പറഞ്ഞാൽ കവേർഡ്, വളഞ്ഞ, അങ്ങനെ നിൽക്കുന്ന വഴിയാണ്. അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ എന്തു ചെയ്യും? അവന് തലക്ക് ചുറ്റും. ദ ഹിൽ വാസ് കവേർഡ് വിത്ത് ലഷ് ഗ്രീൻ ഫേൺ. അവിടെ ആ കുന്നിൻ മുകളിൽ അവിടെ തഴച്ച് വളർന്ന പന്നൽ ചെടികൾ കുന്നിനങ്ങനെ ആവരണം ചെയ്തിട്ടുണ്ട്. തഴച്ച് വളരുക എന്ന് പറഞ്ഞാൽ എന്താ? തിങ്ങി വളരുക എന്നാണ് അർത്ഥം. ദ ട്രീസ് വർ വൗണ്ട് ഇൻ ക്രീപ്പേഴ്സ്. അതുപോലെ തന്നെ വള്ളിച്ചെടികൾ മരങ്ങളെ ചുറ്റി വളർന്നിരിക്കുന്നു. ആൻഡ് എ ഗ്രേറ്റ് വൈൽഡ് ഡാലിയ സഡൻലി റൈഡ് ഇറ്റ്സ് ഗോൾഡൻ ഹെഡ് ഫ്രം ദ ലീവ്സ് ആൻഡ് ഫേൺസ്. ആ പന്നൽ ചെടികളുടെയും ഇലകളുടെയും ഇടയിലൂടെ ഒരു വലിയ കാട്ടുഡാലിയ എന്ത് ചെയ്തു? അതിൻ്റെ നിറത്തിലുള്ള ശിരസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം ആ പുഷ്പം, അതിൻ്റെ പുഷ്പം അതെന്ത് ചെയ്തിട്ടുണ്ട്? തല ഉയർത്തി നിന്നിരിക്കുന്നു. സൂൺ ദ ബോയ് വാസ് ഇൻ ദ വാലി. പെട്ടെന്ന് തന്നെ നമ്മളെ കുട്ടി താഴ്വരയിലെത്തി. ആൻഡ് ദ പാത്ത് സ്ട്രൈറ്റൻ ഔട്ട് ആൻഡ് റോസ്. വളവുകളില്ലാത്ത പാത നേരെ മലമുകളിലേക്ക് കിടക്കുകയാണ്. നേരെ ഹി മെറ്റ് എ ഗേൾ ഹു വാസ് കമ്മിങ് ഫ്രം ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഒരു പെൺകുട്ടി, അവനെതിരെ വരുന്നൊരു പെൺകുട്ടിയെ അവന് കണ്ടു. ഷീ ഹെൽഡ് എ ലോങ് കർവ്ഡ് നൈഫ് വിത്ത് വിച്ച് ഷീ ഹാഡ് ബീൻ കട്ടിങ് ഗ്രാസ്. അവന് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു അരിവാളുണ്ടായിരുന്നു. പുല്ലൊക്കെ മുറിക്കുന്ന ഒരു അരിവാൾ ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു. ദ ബാംഗിൾ ഷീ വോർ മേഡ് മ്യൂസിക് when she moved her hands, and it was as though he had spoke a language of their own. അവളുടെ ആ ചലനം, നടത്തത്തിൻ്റെ ആ ചലനം, ഇങ്ങനെ കിലുങ്ങിയ കൈവളകളുടെ സംഗീതാത്മകമായ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവളുടെ കൈകൾ അവയുടേതായ ഭാഷയിൽ സംസാരിക്കുന്നതായി അവന് തോന്നുകയാണ്. ആ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ തോന്നിയ കാര്യമാണ്. ഹൗ ഫാർ ഈസ് ഇറ്റ് ടു ദ റിവർ? പുഴയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? ആസ്ക്ഡ് ദ ബോയ്. നമ്മുടെ കുട്ടി ചോദിച്ചു, പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്? ദ ഗേൾസ് ഹാഡ് ഒബിയസ്ലി നെവർ ബീൻ ടു ദ റിവർ, ഓർ ഷീ മേ ഹാവ് ബീൻ തിങ്കിങ് ഓഫ് അനദർ വൺ. ഒന്നെങ്കിൽ അവൾ പുഴയിൽ പോയിട്ടേ ഇല്ല, അല്ലെങ്കിൽ അവൾ മറ്റെന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയത്ത്. ഇങ്ങനെ ഇക്കാരണത്താൽ ഷീ സെഡ്, അവൾ പറഞ്ഞു 20 മൈൽസ് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു സംശയവും കൂടാതെ അവൾ പറഞ്ഞു 20 കിലോമീറ്റർ ഉണ്ടെന്ന്. ദ ബോയ് ലാഫ്ഡ് ആൻഡ് റാൻ ഡൗൺ ദ പാത്ത്. അവന് ചിരിച്ചുകൊണ്ട് പാതയിലൂടെ താഴേക്ക് ഓടി. എ പാരോട്ട് സഡൻലി സ്ക്രീച്ച്ഡ് ഫ്ലൂ ലോ ഓവർ ഹിസ് ഹെഡ്. എ ഫ്ലാഷ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ. പെട്ടെന്ന് അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഒരു
പച്ചയും നീലയും കലർന്ന ഒരു തത്ത അവൻ്റെ തലമുകളിലൂടെ പറന്നുപോയി. ദ ബേർഡ് ഡിസപ്പിയേർഡ് എമംഗ്സ്റ്റ് ദ ട്രീസ്. അത് മരങ്ങൾക്കിടയിൽ മറയുകയും ചെയ്തു. ഡിസപ്പിയേർഡ് എന്ന് പറഞ്ഞാൽ മറയുക. അപ്പിയർ പ്രത്യക്ഷമാവുക, ഡിസപ്പിയർ അപ്രത്യക്ഷമാവുക. എ trickle of water come from the hillside and the boys stopped to drink. അങ്ങനെ മലയുടെ വശത്തു നിന്നും ഒരു നീരൊഴുക്കിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ അവന് നിന്നു. അവിടെ ചെറിയൊരു നീരൊഴുക്ക് കണ്ടു അവന്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. അത് നല്ല കുത്തിത്തുളക്കുന്ന രൂപത്തിലുള്ള തണുപ്പായിരുന്നു അതിന്. ബട്ട് വെരി റിഫ്രഷിങ്. അങ്ങനെ തണുപ്പുണ്ടെങ്കിലും അതെന്ത് ചെയ്യുന്നു, നല്ല ഉന്മേഷം നൽകുന്നതായിട്ട് അവന് തോന്നി. ഹവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ ടേസ്റ്റി. ആ ജലം അവനെ കൂടുതൽ ദാഹമുള്ളവനാക്കിയതുപോലെ തോന്നി. അങ്ങനെ അവനെ വീണ്ടും ആ ജലം കുടിച്ചു. The sun was striking his side of the hill. സൂര്യകിരണങ്ങൾ മലയുടെ ഒരു വശത്തേക്ക് തട്ടിത്തുടങ്ങിയിരിക്കുന്നു. ഒരു വശത്തേക്ക് തട്ടുമ്പോൾ എന്താണ്, നേരം ഉച്ച കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കം ഹോട്ടർ. ആ പൊടി മൂടിയ പാത കൂടുതൽ ചൂട് പിടിച്ചു. ദ സ്റ്റോൺസ് ക്രോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. ചുട്ടുപൊള്ളിക്കുന്നത് പോലെ അവൻ്റെ കല്ല് നിറഞ്ഞ പാത അവന് ചുട്ടുപൊള്ളിക്കുന്നത് പോലെ തോന്നി. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ ഹവർ. അവന് ഉറപ്പാണ്, പകുതി ദൂരത്തോളം അവൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളത് അവന് ഉറപ്പാണ്. ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ ഹവർ. അവൻ 1 മണിക്കൂറിലേറെ നടന്നിട്ടുണ്ട്. Presently he saw another boy ahead of him, driving a few goats down the path. പെട്ടെന്ന് അവന് മറ്റൊരു കുട്ടിയെ മുമ്പിൽ കണ്ടു. കുറേ ആടുകൾ ആ പാതയിലൂടെ ഇങ്ങനെ താഴേക്ക് നയിച്ചു കൊണ്ടുവരുന്നൊരു കുട്ടി. How far is the river? he asked. The village boy smiled in a friendly way and said, "Oh, not far, just round the next hill and straight down." ഒരു കൂട്ടുകാരനെ പോലെ നല്ല സൗഹൃദ രീതിയിൽ സ്നേഹത്തോടെ അവന് ചിരിച്ചിട്ടാണ് അവന് പറഞ്ഞത്, "ഓ, അധികം ദൂരമില്ല, അടുത്ത കുന്നു ചുറ്റി നേരെ താഴോട്ടിറങ്ങിയാൽ മതി" എന്ന് പറഞ്ഞു. ദ ബോയ് ഫീലിംഗ് ഹംഗ്രി. നല്ല വിശപ്പ് തോന്നി. അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ് ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാഫ്. അവനെന്ത് ചെയ്തു, അവൻ്റെ ആ പൊതിഞ്ഞു വെച്ചിരുന്ന റാപ്പ് ചെയ്തിരുന്ന പൊളിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ബ്രെഡ് എടുത്തു, അത് 2 കഷ്ണമാക്കി. ഓഫറിങ് 1 പോർഷൻ ടു ദ വില്ലേജ് ബോയ്. ഒരു കഷ്ണം അവൻ ആ വില്ലേജ് ബോയ്ക്ക് കൊടുത്തു. ദ സാറ്റ് ഓൺ ദ ഹിൽ സൈഡ് ആൻഡ് എയ്റ്റ് ഇൻ സൈലൻസ്. അവർ മിണ്ടാതെ നിശബ്ദമായിട്ടത് കഴിച്ചു. വെൻ ദേ ഹാഡ് ഫിനിഷ്ഡ്, അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേ വാക്ക്ഡ് ഓൺ ടുഗദർ ആൻഡ് ബിഗൺ ടോക്കിംഗ്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു, വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു. ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ് ദ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ്. കാലിനെ കുത്തിത്തുളക്കുന്ന വേദനയോ, ആൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ. വെയിലിൻ്റെ ചൂടോ, നടന്നു കഴിഞ്ഞ ദൂരമോ, ഇനി നടക്കാനുള്ള ദൂരമോ ഒന്നും അവന് ശ്രദ്ധിച്ചില്ല. ബട്ട് ആഫ്റ്റർ സം ടൈം ഹിസ് കമ്പാനിയൻ ഹാഡ് ടു ഡിവേർജ് അലോൺ അനദർ പാത്ത്. പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടുകാരന് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകേണ്ടതായി വന്നു. ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. അങ്ങനെ അവൻ വീണ്ടും ഒറ്റയ്ക്കായി.
ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്. അവന് ഗ്രാമീണ ബാലനെ നഷ്ടമായി. ഹി കുഡ് നോട്ട് ബി സീൻ. ഇനി അവനെ കാണാൻ കഴിയില്ല. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം വ്യൂ ബൈ ദ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. അവൻ്റെ വീടും മലഞ്ചെരുവിനാൽ മറക്കപ്പെട്ടു. ദ റിവർ വാസ് നോട്ട് in sight either. He began to feel discouraged. He was sorry he had finished the bread. He might want it later. അവന് ഇതുവരെ നദിയും അവൻ്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല, നദിയും കണ്ടിട്ടില്ല. റൊട്ടി മുഴുവനും തിന്നു തീർത്തതിൽ അവന് വിഷമവും തോന്നി. അത് he might want it later, അത് പിന്നീട് ആവശ്യം വന്നേക്കാമായിരുന്നു. He was determined to see the river. He walked on along the hot, dusty, stony paths, past mud huts and terraced fields. അങ്ങനെ അവന് പുഴ കാണാൻ ഡിറ്റർമൈൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, തീരുമാനിക്കുക, അതിനാണ് ഡിറ്റർമൈൻ. അവനത് തീരുമാനിച്ചിട്ടുണ്ട്. ടു സീ ദ റിവർ, പുഴ കാണാൻ. ഹി വാക്ക്ഡ് ഓൺ അലോൺ ദ ഹോട്ട്, ചൂടുപിടിച്ച അതുപോലെ ഡസ്റ്റി, പൊടി മൂടിയ, സ്റ്റോണി പാത്ത്, കല്ലു നിറഞ്ഞ പാത, പാസ്റ്റ് മഡ് ഹട്ട്, അതുപോലെ തട്ടുകളാക്കി തിരിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുടിലുകൾ. പാസ്റ്റ് മഡ് ഹട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുടിലുകൾക്കാണ് പറയാം. പിന്നെ ടെറൈസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ തട്ടുകളാക്കി തിരിക്കൂലേ, അതിനാണ് അത് പറയാം. അണ്ടിൽ ദർ വർ നോ മോർ ഫീൽഡ് ഓർ ഹട്ട്സ്, ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺനെസ്. അപ്പം അവന് നടന്ന് എവിടെ എത്തി? കാടും സൂര്യനും ഏകാന്തതയും മാത്രമാകുന്ന സ്ഥലത്തെത്തി. നൗ ദർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഒരു മനുഷ്യനോ മനുഷ്യൻ്റെ ഒരടയാളമോ ഇല്ലാത്ത, ജനസമ്പർക്കമില്ലാത്ത, മനുഷ്യ സമ്പർക്ക ലക്ഷണമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് അവൻ ഇങ്ങനെ നടന്നെത്തിയത്. ഓൺലി ട്രീസ്, അവിടെ ഉള്ളത് മരങ്ങളും, ആൻഡ് റോക്സ് ആൻഡ് ബ്രാമ്പിൾ ആൻഡ് ഫ്ലവേഴ്സ്. ഓൺലി സൈലൻസ്, അതുപോലെ മരങ്ങളും പാറകളും മുള്ളുകളും നിറഞ്ഞ ഒരു കുറ്റിച്ചെടികളും മാത്രമുള്ള സ്ഥലത്ത് അവിടെ നിശബ്ദത മാത്രമേ ഉള്ളൂ. The silence was impressive and a little frightening. എന്നാൽ ആ നിശബ്ദത ആദരണീയവും അല്പം ഭയം ജനിപ്പിക്കുന്നതുമായിരുന്നു. ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം ഓർ സ്ട്രീറ്റ്. ഒരു തെരുവിലെയോ അല്ലെങ്കിൽ ഒരു റൂമിലെയോ ഏകാന്തത പോലെ, നിശബ്ദത പോലെ ആയിരുന്നില്ല. ഇറ്റ് വാസ് ദ സൈലൻസ് ഓഫ് സ്പേസ് ഓഫ് ദ അൺനോൺ, ദ സൈലൻസ് ഓഫ് ഗോഡ്. അത് അനന്തമായ നമ്മുടെ ആകാശം, നമ്മുടെ ഈ അന്തരീക്ഷം, അതുപോലെ തന്നെ അജ്ഞാതമായതിൻ്റെ നിശബ്ദതയായിരുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ നിശബ്ദതയാണ്. കുട്ടിക്കിങ്ങനെ തോന്നാണ്. ദെൻ ആസ് ദ ബോയ് റൗണ്ടഡ് എ ഷാർപ്പ് ബെൻഡ്, ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്. പിന്നെ അവനൊരു വലിയ വളവ് വളഞ്ഞു തിരിഞ്ഞപ്പോൾ അവിടെ ദ സൈലൻസ് ബ്രോക്ക് ഇൻ ടു സൗണ്ട്, നിശബ്ദത മാറി ശബ്ദം കേട്ടു തുടങ്ങാണ്. എ സഡൻ റോറിങ് സൗണ്ട്, ദ സൗണ്ട് ഓഫ് ദ റിവർ. ഒരു അലർച്ചയുടെ ശബ്ദം, പുഴയുടെ ശബ്ദം കേട്ടു അവന്. ഫാർ ഡൗൺ ഇൻ ദ വാലി ദ റിവർ ടെമ്പിൾഡ് ഓവർ റോക്സ്. പുഴ പാറകൾക്ക് മുകളിലൂടെ ഒഴുകി താഴ്വരയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. The boy gasped and began to run. He slipped and stumbled, but still he ran. അവൻ ആ കാഴ്ച കണ്ടപ്പോൾ, പുഴയുടെ മലമുകളിലൂടെ ഒഴുകി താഴ്വരയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ആ സുന്ദരമായ മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ, അവൻ ഇതുവരെ കഷ്ടപ്പെട്ട് നടന്നെത്തിയിട്ട് അവൻ ആ കാഴ്ച കണ്ടപ്പോൾ അവന് നെടുവീർപ്പിട്ടുകൊണ്ട് ഓടി. കാസ്പിഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക എന്നൊക്കെ പറയില്ല നമ്മൾ, അതിനാണ് പറയാം. എന്നാൽ അവൻ ആ ഓടുന്ന സമയത്ത് തെന്നുകയും വീയാൻ തുടങ്ങുകയും ചെയ്തിട്ട് അവന് ഓടി
നല്ല കൊടും തണുപ്പുള്ള പുഴയിൽ അവൻ്റെ കണങ്കാൽ വരെ വെള്ളത്തിൽ അവൻ നിന്നു. നീലയും വെള്ളയും നിറഞ്ഞ ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ. നല്ല നീലയും വെള്ളയും നിറഞ്ഞ കലർന്ന നദീജലം അവന് ആശ്ചര്യവും അത്ഭുതവും ജനിപ്പിക്കുന്നതായിരുന്നു. ഇതാണ് നമ്മുടെ പ്രകൃതി സുന്ദരമായൊരു കഥ, ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ളത് ഒരു കുട്ടിയുടെ കഥയാണ്. ഇത് നിങ്ങൾക്ക് തന്ന വർക്കുകൾ തന്നെയാണ് ഇനിയും തരുന്നത്. വേർഡ്സുകൾ, പാഠത്തിലെ വേർഡ്സുകൾ കാണാതെ പഠിക്കുക. അതുപോലെ എന്താ പറഞ്ഞിരുന്നത്, വായിച്ച് അർത്ഥം വെച്ച് തരാം. നെക്സ്റ്റ് പാരഗ്രാഫ്, ഇപ്പോൾ വായിച്ച് തന്ന പാരഗ്രാഫ് അല്ലാത്ത അടുത്ത പാരഗ്രാഫ് എല്ലാവരും വായിച്ചിട്ട് അർത്ഥം വെച്ച് തരാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇതിൻ്റെ ഓഥറെ ഒന്ന് പരിചയപ്പെടാം. ആരാണ് കഥ എഴുതിയത്? റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ റൈറ്റർ who writes in English. He has written novels and poems. അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്, പോയംസ് എഴുതിയിട്ടുണ്ട്. കൂടുതലും മോസ്റ്റ്ലി ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ചിൽഡ്രൻ ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ സംഭാവനകളും. ഹി ഹാസ് മോർ ദാൻ 500 ഷോർട്ട് സ്റ്റോറി ടു ഹിസ് ക്രെഡിറ്റ്. 500-ലധികം ഷോർട്ട് സ്റ്റോറികൾ തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. റൈറ്ററെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണിത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റികൾ കൃത്യമായി ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കണം. രണ്ട് വർക്കേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഒന്ന്, പാഠം അർത്ഥം വെച്ച് തരിക. 2 പാരഗ്രാഫ്, ഒരു 10 വരിയിൽ കുറയാത്ത പാരഗ്രാഫുകൾ എടുത്തിട്ട് അർത്ഥം വെച്ച് തരിക. അതുപോലെ വേർഡ്സുകൾ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.